അങ്ങനെ നമ്മൾ 5 മണിക്ക് ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഒമാനാണ് ഒമാനിലാണ്. മുസാണ്ടാണ് പോകാൻ പോകുന്നത്. കുറേ വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു സംഭവമാണ്. നമുക്ക് നോക്കാം. അങ്ങോട്ട് കയറ്റി വിടുമെന്ന് അറിയത്തില്ല ഗൈസ്. അടിച്ചു പോയ പാസ്പോർട്ടല്ല, അടിച്ചു പോയ വിസയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിസ 6 മാസത്തെ കാലാവധി വേണം. നമുക്ക് 3 മാസം തികച്ചില്ല. കയറിപ്പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ആദ്യം കണ്ട പെട്രോൾ പമ്പിൽ കയറിയിട്ട് വണ്ടിക്ക് പെട്രോൾ ഒടിച്ചു, എനിക്കൊരു കോഫി വാങ്ങിച്ചു. പിന്നെ നമ്മളെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ പറക്കി കെട്ടി പോകുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ ഈ പ്രാവശ്യം ക്യാമ്പിങ്ങിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഹോട്ടൽ റൂംസ് എടുത്ത് താമസിക്കലാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ ടെൻ്റൊക്കെ കെട്ടിക്കിടക്കാൻ പോവാണ് ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ ഉള്ളത്. പിന്നെ ഇക്കായും മക്കളും ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു യാത്രയ്ക്കുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബുദാബി ദുബായ് റോഡിൽ, അതായത് ഷെയ്ഖ് സയ്യിദ് റോഡിലുള്ള മഞ്ഞാണ് കേട്ടോ. 5 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം, അതായത് ഏകദേശം സൂര്യൻ ഉദിക്കുന്നത് വരെ ചില ഏരിയയിൽ ഭയങ്കരമായിട്ട് കോട വന്നിട്ടുണ്ടല്ലോ, നമുക്ക് പേടിയാകും. നോർമലി നമ്മൾ ഷെയ്ഖ് സയ്യിദ് റോഡിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നത് ഭയങ്കര ശ്രദ്ധിച്ചിട്ടൊക്കെ പോകേണ്ട ഒരു റോഡാണ്. അവിടെ അപ്പോൾ കോടയും കൂടി ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിപ്പോയി. എനിക്കാണെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെയല്ല, കുറച്ച് ടെൻഷൻ കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ വരണ്ടായിരുന്നു, അങ്ങനെ ഒരു മൈൻഡായിപ്പോയി എനിക്ക്. നമുക്ക് പോകണ്ടായിരുന്നു, ഈ സമയത്ത് ഇറങ്ങണ്ടായിരുന്നു, എങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ കോടയൊക്കെ മാറിയിട്ടുണ്ടല്ലോ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം പരപരാ വെളുത്തിരിക്കുകയാണ്. കണ്ണൊന്ന് തുറന്നപ്പോൾ തന്നെ ലേസിൻ്റെ കവറിൻ്റെ കിലുക്കം കേട്ട് തന്നെ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ കഷ്ടപ്പെട്ട് അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. യാത്രകളെ ആനന്ദകരമാക്കാൻ ഇങ്ങനത്തെ ചില ശീലങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു അമ്മ പവറൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാൻ ട്രൈ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കും, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളങ്ങ് ഇത് തന്നെയൊക്കെ അല്ലായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലും ചിപ്സും മിഠായി അങ്ങനത്തെ സാധനങ്ങൾ തിന്നാണല്ലോ നമുക്കും ഇഷ്ടം. നമ്മളുടെ സൂര്യൻ ഉയരുകയാണ്. കാണുവിൻ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ദുബായിലെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോടമഞ്ഞിന്റെ ലീലാവിലാസങ്ങൾ കണ്ടതിന് ശേഷം ലൈഫിൽ ഞാൻ ഇതുവരെ അബുദാബി ദുബായ് റോഡിൽ കോടമഞ്ഞ് കണ്ടിട്ടില്ല. അതങ്ങനെ രാവിലെ എണീച്ചാലല്ലേ കോടമഞ്ഞ് കാണാൻ പറ്റൂ. അല്ലേ കുഞ്ഞി, നീ മഞ്ഞ് കണ്ട് പേടിച്ചാ? ചെറുതായിട്ട് പേടിച്ചു, ചെറുതായിട്ട്. ഈ ഒരു സമയത്തെ നമ്മളുടെ റോഡുകൾ യാത്ര വളരെ മനോഹരമായി തോന്നും. ബ്യൂട്ടിഫുൾ. ുകളെ നോക്കൂ, ആ ഇലകൾക്കിടയിൽ കൂടി സൂര്യൻ ഒളിച്ചു നിൽക്കുകയാണ്. ഉടനെ തന്നെ പുള്ളി പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഫാന്റാസ്റ്റിക്. എന്റെ നിലവിളി കേട്ട സൂര്യൻ താഴേക്ക് പോകാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. ഉദിച്ച സൂര്യൻ ഉടനെ അസ്തമിക്കാൻ ചാൻസ് ഉണ്ട്. രാവിലെ 6 മണിക്ക് പൊട്ടറ്റോ ചിപ്സ്, കെറ്റിൽ കുക്ക്ഡ് പൊട്ടറ്റോ ചിപ്സ് രാവിലെ 6 മണിക്ക്. വിശന്നാൽ എന്തും തിന്നുന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം പൊട്ടറ്റോ ചിപ്സ്. ആൾക്കാരൊന്നും പരസ്യമല്ല. നല്ലൊരു ചായ കുടിക്കണം. കുഞ്ഞുമോൻ ഉറങ്ങിയിട്ടുണ്ട്. കാക്കുട്ടി തലവണയും ചേരി പിടിച്ച് ടാബും കണ്ടോണ്ടിരിക്കുന്നു. നൈസ്. അങ്ങ് അകലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിൻഡോ ചേട്ടന്റെ വണ്ടി വിട്ടടിച്ച് മിന്നിച്ച് പോകുന്നതാണ്. എത്രയോ അകലെയാണ്. ഞാൻ സൂം ചെയ്തു, ഭയങ്കരമായിട്ട് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു കോഫി പോലും കുടിക്കാതെ മിന്നിച്ച് വിട്ടുകൊണ്ടിരിക്കുക. കാരണം ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും. യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് കോഫി കുടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളവിടെ കണ്ടൊരു ഷോപ്പിലോട്ട് ചാടി കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കോഫി വാങ്ങിക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാൽ സന്തോഷം. അങ്ങനെ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു സാൻഡ്വിച്ച് അങ്ങ് കിട്ടി ഗൈസ്. ഞാൻ അതും കഴിച്ച് നല്ല കോഫിയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അസൽക്കമ്മയുടെ ഏകദേശം അവസാനം എത്തിയിട്ട് നമ്മുടെ ബോർഡറിനോട് അടുക്കാറാവാറായപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്. ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ കിട്ടുക എന്നറിയത്തില്ല. കാരണം ഒമാനിൽ നോയമ്പാണ്.
നമുക്ക് ഇന്നിവിടെ പെരുന്നാളുമാണ്. അപ്പോൾ ഇവിടെയും കടകൾ തുറക്കത്തില്ല, ഒമാനിലും നമുക്ക് ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇഡലിയും ദോശയും കിട്ടുന്ന ഒരു കട നമ്മൾ റാസൽ ഖൈമയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത് കേട്ടത്. വേറൊരു കടയും ഇവിടെ ഇല്ലാത്രേ. ഇവിടെ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ പെരുന്നാളായിട്ട് ദോശ കഴിക്കാൻ പോകുന്നത്. ഇഡലി, ദോശ, സാമ്പാറൊക്കെയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കടകളൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അതെങ്കിലും കിട്ടിയത് ഭാഗ്യം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിമെൻറ്റ് ഫാക്ടറികളാണ്. റാസൽ ഖൈമ വഴി പോയിട്ടുള്ളവർക്കും അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഇത് അറിയായിരിക്കും. നമ്മളൊക്കെ ആ വഴിക്കൊക്കെ പോയിട്ട് കുറേ നാളായതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, കാണാത്തവർക്ക് കാണാനായിട്ട്. ഇനി വെറും 3 കിലോമീറ്ററുകൾ മാത്രം നമ്മൾ ബോർഡർ എത്താൻ പോവാം. ബോർഡർ മലകളും കുന്നുകളും കാണുന്നുണ്ടോ ഗൈസ്? അങ്ങ് അകലെ ഒരു മലയിൽ കൊടി ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. എന്തിക്കോ അത് പോയോ മല? അയ്യോ, ആ മല പോയി. എന്നാലും ഇതൊക്കെ വലിയ മല. പഴനിമല മുരുകന് പള്ളി വേദിയിലായുധ. വലിയ മലയുടെ കീഴിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മല. ആ മലയുടെ ചുവട്ടിൽ നോക്കി ഒരു വീടും പള്ളിയും എല്ലാം കൂടി ചേർന്നിട്ട്. ഇപ്പം നമ്മൾ ബോർഡർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദേ ആ കാണുന്നതാണ് ഒമാൻ്റെ ബോർഡർ. അപ്പം നമുക്ക് ഇനി ബോർഡറിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ ബോർഡറിൽ വെച്ചിട്ട് കുറച്ച് വിപുലമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു വണ്ടിയിൽ കുത്തിത്തിരിക്കുന്നു. ഞങ്ങളിതാ പോകുന്നു. വണ്ടി നോക്കി, സാധനം നോക്കി, മറ്റേ മലയ്ക്ക് വന്നു. കാശ് മുടക്കി പുതിയ വണ്ടി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ പാസ്പോർട്ടും റെഡ് സൈഡും എല്ലാം അവിടെ കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ അതെല്ലാം നോക്കി ക്ലിയറായി. അവിടെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വിസ കാലാവധി 3 മാസത്തിന് താഴെ ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല അവർ നോക്കിയത്. വണ്ടി നമ്മൾ ലോൺ എടുത്തിട്ട് ഉള്ള വണ്ടി ആയതുകൊണ്ട് അത് കയറി പോകാൻ പറ്റൂല. കർശനമായിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടോ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, പൊയ്ക്കോ, ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പാവം പോലൊക്കെ നിന്ന് നോക്കി, ഒരു രക്ഷയില്ല. നമ്മൾ കുറേ പറഞ്ഞു നോക്കി, അവർ കേൾക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. കുറേ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ 2-3 പ്രാവശ്യമൊക്കെ അവിടെ കയറിപ്പോയി. ലാസ്റ്റ് അവർ നമ്മൾ ഇറക്കി വിടുമായിരുന്നു ഗൈസ്, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നവരും കൂടെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആകെ സീനാക്കി. പിന്നെ നമ്മൾ സങ്കടം തോന്നി, അത്രയും ദൂരം യാത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. പിന്നെയാണ് അവർ പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ ആദ്യം നമ്മൾ പുറത്ത് പോകണം. ബോർഡറിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിൽ വെച്ച് അതിനകത്ത് കയറിയിട്ട് വേണമെങ്കിൽ പോവാം. നമ്മുടെ കൂടെ വന്നവർ 2 പേരും ഓക്കെ ആയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലാൻ ബി ആക്കി. നമ്മുടെ കൂടെ വന്ന ഒരു വണ്ടിയിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കൂടെ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേര് ആ വണ്ടിയിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സീനാണ്. കുറേ ആൾക്കാർ തിരിച്ചു പോയി, ഭയങ്കര സങ്കടമായിട്ട് പോയി. സ്ട്രിക്റ്റാണ് ഇപ്പം അവർ. ഒരു കാരണവശാലും നമ്മളെ കടത്തി വിടത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചോ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരു ഫാമിലിക്ക് അവർക്ക് ചെറിയൊരു സീൻ ആയതുകൊണ്ട് അവർ ഇതുവരെ നമ്മുടെ കൂടെ എത്തിയിട്ടില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരു സിം എടുക്കുന്ന ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ പക്ക ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് സ്ഥലം. ഭയങ്കര ചൂടും, ഒന്നും പറയേണ്ട, ഒരു രക്ഷയില്ല. കണ്ണ് തുറക്കാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെന്താ, അവിടെ ഒരു കടകളും ഓപ്പൺ അല്ല. നമുക്ക് പെരുന്നാളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നോയമ്പായതുകൊണ്ട് നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനോ ഒരു ബിസ്ക്കറ്റ് വെള്ളം കുടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. സോ നമ്മൾ സിം അവിടെ നിന്ന് എടുത്തു. നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. പിന്നെ ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടണം. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അങ്ങോട്ട് ആ തിരിഞ്ഞ് പോകുന്ന റോഡൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ കടലുമായിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പം കുറച്ച് നേരം അവിടെ നിന്ന്, നല്ല ചൂടുണ്ടായിരുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു, ചുറ്റുതിരിഞ്ഞ് അവിടെയൊക്കെ നിന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നവർ നമ്മളെ കേട്ടി ചില്ലായിരുന്നു. ഭയങ്കര വൈബ് ആൾക്കാരായിരുന്നതുകൊണ്ട് നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു, കോട്ടയം. ഒരാൾ തൃശ്ശൂരാണ്. അവർ നമുക്ക് ഭയങ്കര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ട്രിപ്പിലാണ് നമ്മൾ അവരെ പരിചയപ്പെടുന്നത് തന്നെ. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന യാത്ര എന്ന് പറയുന്നത്. പിന്നെ അവർ നമ്മളെ പോലെ ഒന്നുമല്ല,
പുലിക്കുട്ടികൾ ഡെസേർട്ടിലൊക്കെ സ്ഥിരമായിട്ട് പോയിട്ട് ക്യാമ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ടിൽ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഓടിച്ച് കയറ്റി തലകുത്തി മറിഞ്ഞൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, വണ്ടിയിൽ തന്നെ എല്ലാ സംഭവവും സെറ്റായിട്ട് വെച്ചേക്കും. അത്യാവശ്യത്തിന് നമുക്ക് കോഫി വേണമെങ്കിൽ കോഫി, ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാം സെറ്റാണ്. പിന്നെ നമ്മളിത് ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം അവർ ചെറിയതായിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഉച്ച സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഇല്ല. ഒരു ബോട്ട് മാത്രം അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര രസമാണ്. ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ. എല്ലാ ബോട്ടിലും മീൻ പിടിക്കാനുള്ള വലയും ചെറിയ ഈ കൊട്ട പോലത്തെ സാധനവും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇവർ ഈ ഫിഷിങ്ങിന് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഒരാളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു, കാരണം നമ്മൾ വേറൊരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരും കൂടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഈ ബോട്ടിൽ കറങ്ങി നടന്ന ആൾ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊരു കവറിനകത്ത് ഫിഷ് ഉണ്ടായിരുന്നു. കവർ ഓപ്പൺ ആക്കിയൊന്നും നമ്മൾ നോക്കിയില്ല. അപ്പോൾ അത്ര നല്ല എന്താ പറയുക, നല്ല ഫിഷാണ്, ഇപ്പോൾ പിടിച്ചതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ കൊണ്ടുപോകാനും പറ്റത്തില്ല. വേണ്ട, ആൾ ചോദിച്ചു എടുക്കുന്നോന്ന് ചോദിച്ചു. ഫ്രീ ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ചോദിച്ചത്. അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, അറബിയിലാണ് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കും മനസ്സിലായില്ല, നമ്മൾ പറയുന്ന അവർക്കും മനസ്സിലായില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാനും കാക്കും കൂടി മീൻ പിടിക്കാൻ പോവാം. പിടിച്ചോ കാക്കു? ഞാനും കാക്കും മീൻ പിടിക്കാം. പിടി ഹൊയ് 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 ഹൊയ്. കാക്കു ഞാൻ ഹൊയ് 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 ഹൊയ്. നമ്മൾ നല്ല വലിയ മീൻ പിടിക്കാൻ പോവാം. വലിയ വിഷ് രണ്ട് കൈ കൊണ്ട് വിഷ്. ഒരു മിനിറ്റ് കിട്ടി ഗൈസ്, വലിയ മീനെ കിട്ടി കാക്കൂന്. ആളൊഴിഞ്ഞൊരു വീട് കണ്ടു ഗൈസ്, ഒരു ഹൊറർ ഹൗസ്. പുരാതന കാലത്ത് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഇവരുടെ കക്കൂട്ടായിരുന്നു. അവസാനം അത് സംഭവിച്ചിരിക്കുന്നു ഗൈസ്. അവരെത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോർഡറിൽ നിന്ന് പിന്നെ ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സ്ഥലമാണ്, അധികമൊന്നുമില്ല, ഒരു 3/4 മണിക്കൂർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലോട്ടൊക്കെ പോകാനുള്ള പ്ലേസുകളുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. എവിടെ പോയാലും ലുലു ഉള്ളത് കൊണ്ട് നമുക്കൊരു സമാധാനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സിം എടുക്കുന്ന കടയിൽ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ലുലുവിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മുസാണ്ടത്തിലുള്ള ലുലു ആണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ, കാരണം പിറ്റേ ദിവസം പെരുന്നാളാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ പോലെയല്ല, കുറച്ച് നല്ല രസമായിട്ട് ഓർഡറിൽ അടുക്കി വെച്ചേക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ അത് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കി പോകുമായിരുന്നു. സമയം എന്ന് പറയുന്നത് 4 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ സാധാരണ നമ്മൾ പെരുന്നാളിന് ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്ന് ഉറങ്ങി എണീക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു മല, ദൂരെ കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ, അതിൻ്റെ അടുത്തോട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. നല്ല വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ണ് തുറക്കാനും പറ്റത്തില്ല. പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടും പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം. ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. ഇച്ചിരി ഗ്യാപ്പെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാല് ട്രക്കിങ്ങിന് സമാനമായ ഒരു അനുഭവം. കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഇപ്പൊ നേരെ നമ്മുടെ തലയിലോട്ട് ഇറങ്ങും ഈ മലയുടെ. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ സ്ഥലത്ത് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നല്ല വെയിലത്ത് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ്. ടേബിളും അത്യാവശ്യം ഇരിക്കേണ്ട ചെയറും ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ബെഡും എല്ലാം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ വിശന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് നമ്മൾ മാക്കുന്ന ഫുഡ് കഴിക്കാൻ തുടങ്ങി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അവിടുത്തെ റൈസും അതെ, ചിക്കൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എന്താണെന്ന് അറിയാമോ, വലിയൊരു മല കണ്ടു. അങ്ങോട്ട് റോഡൊന്നുമില്ല, ഓഫ് റോഡാണേ. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ മല കയറി. എൻ്റെ പൊന്നെ, ആ റോഡെന്ന് പറഞ്ഞാലുണ്ടല്ലോ എജാതി റോഡാന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. മുകളിലോട്ടും താഴോട്ടും അത് ബ്രേക്ക് ഇട്ടാലൊന്നും കിട്ടത്തില്ല. അതുപോലെ നമ്മുടെ ടയറൊക്കെ ഇങ്ങനെ നോർമൽ വണ്ടികൾക്കൊക്കെ ഒന്നും പോകാൻ പറ്റത്തില്ല റോഡിൽ കൂടെ. അതുപോലത്തെ ഭയങ്കര രസമാട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മല കയറിക്കൊണ്ടിരിക്കുക നമ്മൾ, വലിയ മല. എത്രയാണെന്നറിയാമോ? 2000 മീറ്റർ, അത് 2 കിലോമീറ്റർ ഹൈറ്റില്. 2 കിലോമീറ്റർ ഹൈറ്റില് ഉള്ള വലിയ മല. സൂര്യനെ നേരിട്ട് കണ്ടോളി. സൂര്യന്റെ അടുത്ത് എത്തിയിരിക്കും ഇപ്പൊ നമ്മള്. ഇപ്പം മറ്റേ സമയം നിന്നോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞു, നീ ഇറങ്ങി. ബീച്ചിന്റെ ഓപ്പോസിറ്റാ മലയില. നമ്മൾ ഒമാനില് ബീച്ചിൽ കൊണ്ടുവന്ന് ഞങ്ങള് ആ ബീച്ചിന്റെ സൈഡില് മറ്റേ സ്റ്റേ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് ദേ ഈ ക്രിമിനൽ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? പക്ഷെ കുഴപ്പമില്ല, ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ കറങ്ങി തിരിഞ്ഞതേ നല്ല രസമുള്ള സ്ഥലത്തെത്തിയേക്കുക കേട്ടാ. അങ്ങനെയൊന്നും അധികമൊന്നും ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. അങ്ങോട്ട് കയറി പോകാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഭയങ്കര രസമുണ്ട്. വലിയ മലകൾ കണ്ട. വന്ന് അവസാനം വഴിയില്ലാതായി ഗൈസ്. തിരിച്ചു പോ, ചുമക്കണ്ട കയറി പോകാം. ഭയങ്കരം തന്നെ കേട്ടോ, പേടിയാവുന്ന ചേട്ടാ. ഇത് അങ്ങോട്ട് ആൾക്കാർ പോകുന്ന എന്തേ ഇപ്പൊ ഓഫ് ചെയ്തിരുന്നോ? അയ്യോ, ടയറിന്റെ കാറ്റഴിച്ചു വിടുന്ന എന്റെ കണ്ടന്റ്. വണ്ടിക്ക് എന്ത് സംഭവിച്ചു? മലയുടെ മുകളിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു കാണാൻ അടുത്ത എപ്പിസോഡ്. വിജനമായ വീതി. ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് സൈഡിലേയും കാറ്റ് അയച്ചു വിടുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ
കേരള സോഷ്യലിസ്റ്റ് ഫ്രണ്ടിന്റെ കലാവിഭാഗ സെക്രട്ടറിയാണ് ഇവിടെ ചീഞ്ഞിരിക്കുന്നത്. മടുത്തോ? മടുത്തിരിക്കുക. കൊല്ലല്ലടാ. അതെ, കാറ്റഴിച്ചു വിട്ടോണ്ടിരിക്കുക. സ്വന്തം വണ്ടിക്ക് ആരെങ്കിലും സ്വന്തമായിട്ട് കാറ്റഴിച്ചു വിടുവോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, സ്വന്തം വണ്ടിയുടെ കാറ്റ് സ്വന്തമായിട്ട് അഴിച്ചു വിടും. എവിടെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്നുള്ള ഗൂഢാലോചനയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും രാത്രി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ഫുഡ് ഒന്നെങ്കിൽ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കുക്ക് ചെയ്യും. എന്താണെന്ന് ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡാണ്. നമ്മൾ ഓഫ് റോഡൊക്കെ പോയിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് നമ്മൾ ഫുഡ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ആ റെസ്റ്റോറൻറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഒരു ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ. അവർ അബുദാബിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത്. നല്ല ഫുഡാണ്, നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവരുടെ സ്പെഷ്യൽ, നമ്മൾ കുബൂസ് അല്ലേ കണ്ടിട്ടുള്ളത്, നമ്മൾ ഗ്രില്ലാട്ടോ, മിക്സ് ഗ്രില്ലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുബൂസിന് പകരം അവരൊരു സ്പെഷ്യൽ റൊട്ടി അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചൂടോടെ കഴിച്ചില്ലെങ്കിൽ റബ്ബർ പോലെ ആവും, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടറും എള്ളും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനം കേട്ടോ. പിന്നെ മിക്സ് ഗ്രില്ലിൽ നമ്മൾ ഫിഷിനകത്ത് കുറച്ച് മസാല വന്നിട്ടുണ്ട്. ഫിഷും ചെമ്മീനുണ്ട്, ചെമ്മീൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചെറിയൊരു ചിക്കൻ്റെ പീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമ്മുടെ എന്താ പറയുക, കൂന്തൽ ഗ്രില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ കഴിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ആ നിമിഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രാത്രി നമ്മൾ ടെൻറ്റ് കെട്ടിയിട്ട് കിടക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നാളെ രാവിലെ എണീച്ച് നമുക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.